ബാർക്കോഴ കേസിൽ വിജിലൻസ് കോടതി തുടർ അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മന്ത്രി കെ എം മാണിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് LDF നേതാക്കൾ അല്പസമയത്തിനകം ഗവർണറെ കാണും. സുനിൽ അരുമാനൂർ തിരുവനന്തപുരത്ത് നിന്നും. സുനിൽ, എത്രമാത്രം കർക്കശമായ നിലപാടുമായാണ് LDF മുന്നോട്ട് പോകുന്നത്? എപ്പോഴാണ് ഗവർണറുമായുള്ള കൂടിക്കാഴ്ച? പ്രദീപ്, ബാർക്കോഴ കേസിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി തുടരന്വേഷണം പ്രഖ്യാപിക്കുകയും നേരത്തെ വിജിലൻസ് അന്വേഷിച്ച് നൽകിയ റിപ്പോർട്ട് തള്ളുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് LDF യോഗം ചേർന്ന് തീരുമാനമെടുത്തത്. മന്ത്രി കെ എം മാണിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ ഗവർണർ അടിയന്തരമായി ഇടപെടണമെന്നും ഇത്തരത്തിൽ ഒരു കേസിൽ കുറ്റാരോപിതനായ മന്ത്രി മന്ത്രിസഭയിൽ തുടരുന്നത് ജനാധിപത്യത്തിന്റെ ഒരു വെല്ലുവിളിയാണെന്നും അത് ധാർമ്മികമായിട്ടുള്ള സംഭവത്തിന് എതിരാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് ഇവർ ഗവർണർക്ക് നിവേദനം നൽകുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള LDF സംഘമാണ് അല്പസമയത്തിനകം ഗവർണറുടെ ഔദ്യോഗിക വസതിയിലെത്തി ഗവർണറെ കണ്ട് നിവേദനം സമർപ്പിക്കുന്നത്. ഇതിനുശേഷം ഗവർണർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തുടർ നടപടികളിലേക്ക് പോകുന്നതെന്നാണ് LDF നേതാക്കൾ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയത്. എന്തായാലും കെ എം മാണിയെ ബാർ കേസുമായി ബന്ധപ്പെട്ട് തന്നെ തുടരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളുടെ LDF മുന്നോട്ട് പോവുക. കാരണം മാണിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാതെ മാണി ഇത്തരത്തിൽ അഴിമതി ആരോപണ വിധേയനായ ഒരു മന്ത്രിയെ മന്ത്രിസഭയിൽ വെച്ചിരിക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്നും ഈ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഇടതുപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യങ്ങളെല്ലാം ഗവർണറെ ഇന്ന് ധരിപ്പിക്കുകയും അത് എഴുതി നൽകുകയും ചെയ്യും. യെസ്, മന്ത്രി കെ എം മാണിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് LDF നേതാക്കൾ ഇന്ന് അല്പസമയത്തിനകം ഗവർണറെ കാണും. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ പ്രത്യേക പരാമർശം, അഴിമതിയിൽ ബാർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മന്ത്രി കോഴ വാങ്ങിയതിന് പ്രഥമദൃഷ്ട്യാ തെളിവുകളുണ്ട് എന്നുള്ള തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ അടിസ്ഥാനത്തിലാണ് LDF നേതാക്കൾ ഗവർണറെ കാണുക.